എൻ്റെ പേര് ആതിര. ഇതൊരൽപ്പം പഴയ കഥയാട്ടോ. ദേ, ഈ കാണുന്നതാണ് കൊടുങ്ങല്ലൂർ എന്ന എൻ്റെ കൊച്ചു ഗ്രാമം. ഈ കഥ നടക്കുന്നത് ഒരു 5 വർഷം മുൻപാണ്. കൃത്യമായി പറഞ്ഞാൽ ഞാൻ +1 പഠിക്കുന്ന കാലം. ദേ, ഈ ഇരിക്കുന്ന ചേട്ടന്മാരാണ് ഞങ്ങളുടെ നാട്ടിലെ പ്രധാന വായ്നോക്കികൾ. ഈ ചേട്ടന്മാരുടെ കണ്ണിൽപ്പെടാത്ത ഒരൊറ്റ പെൺകുട്ടി പോലും ഞങ്ങളുടെ നാട്ടിൽ ഇല്ലെന്ന് തന്നെ പറയാം. പിന്നെ ഇതെന്റെ മാത്രം കഥയല്ലാട്ടോ, എൻ്റെ ഏട്ടൻ്റെയും കൂടിയാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആരാണവ ഈ ഏട്ടനെന്ന്? അതൊക്കെ ഉണ്ട്, നിങ്ങളിതൊന്ന് കണ്ടു നോക്ക്. ഞങ്ങളുടെ നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന കുറച്ച് പെൺപിള്ളേരുണ്ടെന്ന് കരുതി ലോകത്തുള്ള സകല പൂവാലന്മാരും ഇങ്ങോട്ട് കെട്ടിയെടുത്താ ഇവിടെ ഉള്ള ഞങ്ങെന്തിയോടാ? നിന്റെ നാട്ടിലൊന്നല്ല പെമ്പിളേല്ലേ ഇങ്ങോട്ട് വന്ന് കയറാൻ? എന്റെ നാട്ടില് വേറെ പെമ്പിളേരില്ലാണ്ടൊന്നല്ല, നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല ആമ്പിള്ളേരില്ലാത്തോണ്ടാ. ഞങ്ങളുടെ നാട്ടില് നല്ല ആമ്പിള്ളേരുണ്ടാവില്ലെന്ന് ഇപ്പൊ കാട്ടിത്തരാടാ. അതിങ്ങനെ തല്ല് പിടിച്ചാലെങ്ങനെ? ആരെങ്കിലും അവളൊന്ന് വളയ്ക്കാൻ നോക്കാദ്യം. അവള് വരുന്നടാ. ആകെ മൊത്തം കളറായിട്ടുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ ഇരിക്കുന്നവന്മാരിൽ ഏതോ ഒരുവനായിരിക്കും എന്റെ നായകനെന്ന്. അല്ല കേട്ടോ, എന്റെ നായകൻ ദാ വരുന്നതേ ഉള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, നനഞ്ഞു കുളിച്ച് ചമ്മിയിരിക്കുന്ന ഈ ചേട്ടനാണ് എന്റെ കഥയിലെ നായകൻ. അന്നത്തെ ദിവസം മുഴുവൻ മനസ്സ് നിറയെ നനഞ്ഞു കുളിച്ചിരിക്കുന്ന ആ ചേട്ടന്റെ മുഖമായിരുന്നു. അന്നൊരു മലയാള മാസം 1-ാം തീയതിയായിരുന്നു. ഞാനും എന്റെ ദൈവവും രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. അമ്പലത്തിലാണെങ്കിൽ നല്ല തിരക്ക്. പെട്ടെന്നാണ് ആ ചേട്ടനെ ഞാൻ കണ്ടത്. ആരുമായും അത്ര പെട്ടെന്ന് അടുക്കാത്ത ദേവു ആ ചേട്ടനുമായി നല്ല കമ്പനി. ഒരു സോറി പറയാൻ ഒരവസരത്തിനായി ഞാൻ നോക്കിയിരുന്നപ്പോ ദേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് പുള്ളിക്കാരൻ വന്ന് ഇങ്ങോട്ട് സോറിയും പറഞ്ഞു. എന്നോട് ഇങ്ങോട്ട് വന്ന് സോറി പറഞ്ഞ ആ ചേട്ടനോട് എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരിഷ്ടം തോന്നി. ആ ചേട്ടനോട് ഞാൻ സോറി പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളറിഞ്ഞ പോലെ എന്നെ നോക്കി ആ ചേട്ടൻ ഒരു ചിരിയും ചിരിച്ചു. പിന്നെ അങ്ങോട്ട് മുടിഞ്ഞ പ്രണയമായിരുന്നു. അത് പിന്നെ വീട്ടുകാരറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു, ബന്ധുക്കൾ മൊത്തം അറിഞ്ഞു. പക്ഷേ ദേ കണ്ടില്ലേ, ഇവന്മാര് മാത്രം ഒന്നും അറിഞ്ഞില്ല. നാട്ടുകാര് മൊത്തം അറിഞ്ഞു, നിങ്ങൾ മാത്രം ഒന്നും അറിഞ്ഞില്ലേ? ഇനി ഇവൾക്ക് വേണ്ടി ആരും ഇവിടെ ഇരുന്ന് വെയിൽ കൊള്ളണമെന്നില്ല. ഇനി ആരും അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊന്നും പറയരുത്. വരുന്ന ജനുവരി 26 ഞങ്ങളുടെ വിവാഹമാണ്. എല്ലാവരും വരണം, ഞങ്ങളെ അനുഗ്രഹിക്കണം.